2D ഫോണ്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഈസി മെത്തേഡാണ്. ആദ്യം തന്നെ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാം. നോർമൽ പ്രിൻ്റ് ഔട്ട് മതി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട്. നെക്സ്റ്റ് ആവശ്യമുള്ള കളറിൽ ഫോണ്ടിന് കുറച്ച് ടൈലേഴ്സ് പൗഡറൊക്കെ ആഡ് ചെയ്ത് നീഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഔട്ടർ ലൈൻ ഒന്ന് സ്കെച്ച് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ ആ ഫോണ്ടിൻ്റെ മുകളിൽ നമ്മുടെ പേപ്പർ ഒട്ടാതിരിക്കാൻ വേണ്ടി ഫോണ്ടിനൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്ന് കോൺ സ്റ്റാർച്ച് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഔട്ടർ ലൈൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡോറയുടെ ഫിഗർ ചെയ്യുന്നത് കൊണ്ട് ഡോറയുടെ സ്കിൻ ടോൺ ഷെയ്ഡിലുള്ള ഫോണ്ടൻ്റാണ് ഞാൻ ബേസായിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അകത്ത് ഓരോ ഡീറ്റെയിൽസും ഞാൻ ചെറുതായിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ്. അകത്തും ഇങ്ങനെ ട്രേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോണ്ടൻസ് പിന്നെ കട്ട് ചെയ്ത് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ട്രേസ് ചെയ്തേക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി വരയ്ക്കുകയാണ്, നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്. ഹെയർ സെറ്റ് ചെയ്യാൻ ബ്ലാക്ക് ഫോണ്ടൻറ്റ് അത് ട്രേസ് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ഹെയർ പോർഷൻ നമ്മൾ ആ ബേസിൽ ഹെയർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് പ്ലേസിൽ വയ്ക്കുക. അതിനുശേഷം സൈഡൊക്കെ നമ്മൾ കുറച്ച് ഫോണ്ടൻ്റൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മുടിയുടെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് വിടുന്നുണ്ട് നമ്മളൊരു ടൂൾ വെച്ചിട്ട്. നെക്സ്റ്റ് ഡോറയുടെ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പിങ്ക് ഷെയ്ഡ് കളറാണ് എടുത്തത്. ഇതും അതുപോലെ തന്നെ പേപ്പറിൽ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ചെയ്തതിന് ശേഷം ജോയിൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഡോറയുടെ ഹാൻഡാണ് സെറ്റ് ചെയ്യുന്നത്. ഹാൻഡും ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഹാൻഡ് ഒന്ന് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് ജോയിൻസൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഹാൻഡും സെയിം നമ്മൾ ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫിംഗേഴ്സ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും പ്ലേസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡ്രസ്സിലുള്ള എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഡോറയുടെ ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പിൾ കളറുള്ള ഫോണ്ടൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാഗ് ഒന്ന് ട്രേസ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാക്ക് പോർഷൻസ് നമ്മൾ പ്ലേസ് ചെയ്ത് ആ സൈഡുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡോറയുടെ ട്രൗസറിൻ്റെ പകുതി പോർഷൻ വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റെഡ് കളറുള്ള ട്രൗസറാണ് ചൂസ് ചെയ്തത്. ഇതുപോലെ തന്നെ ട്രേസ് ചെയ്യുക, അത്രയും പോർഷൻ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി ആവശ്യമില്ലാത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഡോറയുടെ കണ്ണും മൂക്കുമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ ഇതും ട്രേസ് ചെയ്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഇങ്ങനെ ട്രേസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഈ മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ സൈസിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് ഉപയോഗിച്ച് 2D ഇമേജസ് ഒക്കെ ഏത് സൈസിലും ഏത് ഇമേജസ് ആയാലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ഫോണ്ടൻറ്റിനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ബേസിക് ഫിഗേഴ്സും അതുപോലെ തന്നെ ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് വെച്ച് നമ്മൾ കേക്ക് കവർ ചെയ്യാൻ യൂസ് ചെയ്യുമോ അതോ ഫിഗറിങ് മാത്രമേ ഉള്ളൂ, അതൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും. അതുപോലെ കുറച്ച് ഫ്ലവേഴ്സ്, ഗം പേസ്റ്റ് എങ്ങനെയാണ് ഗം പേസ്റ്റും ഫോണ്ടൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതുപയോഗിച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സീരീസ് എല്ലാം ആക്കിക്കൊണ്ട് കുറേ ക്ലാസ്സസിൻ്റെ ഉടനെ വരുന്നതായിരിക്കും. ഫോണ്ടൻറ്റ് ഫിഗറിംഗ് ഒക്കെ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത് നെക്സ്റ്റ് ടൈം ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്